ഹായ് മക്കളെ, വെൽക്കം ബാക്ക്, വെൽക്കം ടു ഫ്യൂച്ചർ. ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കൂടി ഉണ്ട്. രണ്ട് ചാപ്റ്ററും കമ്പൈൻഡ് ആയിട്ട് 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആറ്റംസ് എന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത്, 2 ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനായിരുന്നു. വളരെ ബേസിക് ആയിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഷുവറായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇയർലി അനാലിസ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്, ചാപ്റ്ററിൽ നിന്ന് ആറ്റംസ് ന്യൂക്ലിയർ എന്ന കമ്പൈൻഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് അവിടെ നിന്നും ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2025 മാത്രമാണ് എന്ത് ചെയ്തത്, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാ ഇയറിലും ഒരു ഓൾമോസ്റ്റ് ആവറേജ് ആയിട്ട് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റെഡി? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ. റെഡിയാടാ? അപ്പൊ നമുക്ക് ന്യൂക്ലിയർ എന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അതിലേക്ക് പോവാം. യെസ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ആറ്റംസ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ ആറ്റം ആണെങ്കിൽ അതിന്റെ സിമ്പിളിൽ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് ഈസ് ഈക്വൽ ടു താഴത്തെ അറ്റോമിക് നമ്പർ ആണ് എഴുതുക, മുകളിൽ എന്താണ് അറ്റോമിക് മാസ് നമ്പർ ആണ് എഴുതുക. അതിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ എണ്ണവും, അവിടെ എ എന്ന് പറയുന്നത് ഈസ് എന്താണ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് വരിക. ഇനി വേണമെങ്കിൽ അറ്റോമിക് നമ്പർ ഈസ് എന്താണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ എണ്ണമാണെന്നും പറയാൻ വേണ്ടി പറ്റും, കാരണം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണല്ലോ. റെഡി? ഇനി നമ്മളോട് പറയാണ് എത്രയാണ് നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കാണണം A-Z നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ആറ്റത്തിൽ ഉണ്ടാവുക. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റംസിനെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അത് ഐസോടോപ്സ്. നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. എന്താണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ആറ്റം സെയിം ആയിട്ടുള്ളതിനെ അറ്റോമിക് മാസ് നമ്പർ ഡിഫറെന്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐസോടോപ്സ്. ടോപ്പിൽ ആള് വ്യത്യാസമാണ്. റെഡി? ഇവരെല്ലാം കെമിക്കൽ നാച്ചർ ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അവരെ മാസ് നമ്പറിൽ മാത്രമേ എന്തുള്ളൂ, മാറ്റമുള്ളൂ. ഇനി ഐസോ ബാർ ആണെങ്കിലോ, ഐസോ ബാർ ആണ് ഡിഫറെന്റ് എലമെന്റ് ആണ്. ഒന്ന് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജൻ എടുത്തിട്ടുണ്ട്, ഹീലിയം എടുത്തിട്ടുണ്ട്. രണ്ടാൾക്കാരെയും അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, മുകളിൽ ഉണ്ടാകുന്ന അറ്റോമിക് മാസ് നമ്പർ എന്താണ്, സെയിം ആണ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് അത് ഐസോടോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സർ പറഞ്ഞതാണ് എന്താണ് ഐസോടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐസോടോൺ എന്ന് വിളിക്കുക. ഐസോടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, 37 മൈനസ് 17 എത്രയാടാ, 20 എന്ന് വരൂലേ. ഇവിടെയാണെങ്കിൽ 39 മൈനസ് 19, അവിടെ എന്താണ് വരിക, 20 ആണ് വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറ്റോമിക് മാസ് നമ്പറും അറ്റോമിക് നമ്പറും തമ്മിലാണ് ഡിഫറൻസ് എന്താണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്, ന്യൂട്രോൺ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 20 ന്യൂട്രോൺ, ഇവിടെ എന്താണ് 20 ന്യൂട്രോൺ. അങ്ങനെയാണ് പറയാം, ഇതിനെയാണ് ഐസോടോൺസ് എന്ന് പറയും. പ്രയാസമില്ലല്ലോ. അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തായിരുന്നു പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. റെഡി? ഇനി നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ലോകത്ത് എന്തായിരുന്നു, ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിലും എനർജി ക്രൈസിസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി ഒക്കെ ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഐൻസ്റ്റീൻ ലോകത്തിനെ ഞെട്ടിക്കുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് വന്നിട്ടുള്ള എന്താണ്, ഈസിക്കൽ എന്താണ് mc² എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഈസ് ദ അനദർ ഫോം ഓഫ് എനർജി എന്ന് പറയും. അങ്ങനെയാണ് മാസിനെയും എനർജീനെയും എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മാസിനെ എനർജിയാക്കി കൺവേർട്ട്, എനർജീനെ എന്താക്കി കൺവേർട്ട് ചെയ്യുക, മാസായിട്ട് കൺവേർട്ട് ചെയ്യാം. അവർ തമ്മിൽ റിലേഷൻ ഈസിക്കൽ എന്താടാ, mc² എന്നാണ് വരിക. റെഡി അല്ലേ? അതിൻ്റെ ഒക്കെ നമുക്കറിയാം എന്താണ്, ലോകത്തിന് വിപ്ലവം സൃഷ്ടിച്ച ഇക്വേഷൻ ആണ് ഈസിക്കൽ ടു mc² എന്ന് പറയുന്നത് അല്ലേ. ആറ്റം ബോംബിന്റെ ഒക്കെ പിന്നെ ഡെവലപ്മെന്റിൽ എന്ത് ചെയ്ത് ഈസിക്കൽ mc² ഉണ്ട്. അതും അതൊരു നെഗറ്റീവ് സൈഡാണ്. ഇനി പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ആണവ നിലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈസിക്കൽ mc² ആണ്. അതിൻ്റെയൊക്കെ വൈഡ് എക്സ്പാൻഷനിലേക്ക് പോയിട്ടുണ്ട്. റെഡി അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റീൻ എന്ത് ചെയ്തിന്റെ മാസ് എനർജി റിലേഷൻ കണ്ടുപിടിച്ച് ഈസിക്കൽ എന്താടാ, ഈസിക്കൽ ടു mc². ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. കാർബൺ 12 ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കാർബൺ 12 കാർബൺ ആറ്റത്തിനെ ഞാൻ അതിനെ 1/12 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിലെ 1/12 പീസിന് വിളിക്കുന്ന പേരല്ല, അതിനുണ്ടാകുന്ന മാസിന് വിളിക്കുന്ന പേരാണത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം അത് വരിക 1.661 × 10⁻⁻27 kg ആണ് വരിക. റെഡി അല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാണ്, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 931 MeV. ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 931 MeV എന്ന് എഴുതാൻ വേണ്ടി പറ്റും.
ക്ലിയർ അല്ലേ? അപ്പോൾ 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഈക്വൽ എന്താ? 931 MeV ആണ്. സർ അതിന് ഇവിടെ പറയുന്നത് നമ്മൾ എല്ലാ ഫോർമുലയിലും അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ അറ്റോമിക് മാസ് യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് എനർജിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. 931 MeV കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈസിക്കൽ mc² എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. റെഡി അല്ലേ? മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ്, ന്യൂക്ലിയസിനെ നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സ്പെറിക്കൽ ഷേപ്പ് ആണോ? അല്ല, സത്യം അതല്ല. കാരണം ഒരു PhD കാലയളവിൽ ഒരു ഇതായിട്ട് റിസർച്ച് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് പറയുകയാണ് ന്യൂക്ലിയസ് എന്തല്ല, സ്പെറിക്കൽ ഷേപ്പ് അല്ല. പക്ഷേ നമ്മളിപ്പം പഠിക്കാൻ സ്പെറിക്കൽ ഷേപ്പ് ആണെന്ന് പഠിക്കാൻ എന്ന് പറയാണ്. അതായത് ന്യൂക്ലിയർ സൈസിൽ നമ്മൾ പറയാണ്, ഇവിടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് നമ്പർ എന്ന് പറയുന്നത്. അവിടെ പ്രോട്ടോൺ ഉണ്ട്, പ്ലസ് എന്തുണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ആളെണ്ണം കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് നിൽക്കാനുള്ള വോളിയം എന്ത് ചെയ്യണം? കൂടി വരണം. അപ്പൊ സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അവിടെ 6 റേഡിയസ് എങ്കിൽ വോളിയം എന്ന് പറയുന്നതിനെ എനിക്ക് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് മാസ് നമ്പർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സ്പെറിക്കൽ ഷേപ്പ് ആണ്, അതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താടാ? 4/3 πr³ എന്നാണ് വരിക. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം എഴുതാം, r³ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എ. r ഈസ് പ്രൊപ്പോർഷണൽ 1/3 എന്ന് രണ്ട് സൈഡും ക്യൂബ് റൂട്ട് എടുക്കുകയാണെങ്കിൽ, അവിടെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. r ഈസ് ഈക്വൽ എന്താ? r0 a⁻⁴ എന്ന് എഴുതാം. r0യുടെ വാല്യൂ വരുന്നത് എത്രയാടാ? എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ മനസ്സിലായി 1.2 femtometer ആണ്. അതും അക്യുറേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിന് വേരിയേഷൻ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. അതിൽ വേരിയേഷനിലാണ്, കുറേയൊക്കെ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ തന്നെ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് 1.2 അല്ല വാല്യൂ എടുത്തിട്ടുള്ളത്. അവിടെയും ഇവിടെ മെനി ഫാക്ടേഴ്സ് ആർ ദെയർ. റെഡി? നമ്മൾ ആസ് എ +2 സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളൂ. r0യുടെ വാല്യൂ ഇത്രയാണ് 1.2 femtometer ആണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ന്യൂക്ലിയർ സൈസ് നമ്മൾ കണ്ടു. ന്യൂക്ലിയസിന്റെ റേഡിയസ് സ്പെറിക്കൽ ഷേപ്പ് ആണ്, അതിന്റെ റേഡിയസ് r0 a⁻⁴ എന്നാണ് വരിക. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. റെഡി അല്ലേ? യെസ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത കൺസെപ്റ്റ് വായിച്ചേ. ന്യൂക്ലിയർ ഡെൻസിറ്റി. എന്താണ് ന്യൂക്ലിയർ ഡെൻസിറ്റി? ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞ എന്താടാ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടടാ? Z നമ്പർ ഓഫ് പ്രോട്ടോണും A-Z നമ്പർ ഓഫ് എന്തുണ്ടടാ? ന്യൂട്രോണും ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇവിടെ Z നമ്പർ ഓഫ് പ്രോട്ടോൺ, A-Z നമ്പർ ഓഫ് ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ടോട്ടൽ മാസ് കാണാൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങൾക്കറിയാം മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ആൾക്കാർ എന്ന് പറയുന്നത് A ആണ്. അതിൽ ഒരാളെ മാസ് എത്രയാടാ? മാസ് ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ മാസ് ഓഫ് ന്യൂട്രോൺ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് എന്താടാ? ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് A ഇൻറ്റു എന്താണ്? ന്യൂക്ലിയസിന്റെ മാസ് A ഇൻറ്റു MP എന്ന് എഴുതാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? ഇനി ഡെൻസിറ്റി കാണാൻ ഇക്വേഷൻ എന്താടാ? ഡെൻസിറ്റി ഈസ് ഈക്വൽ എന്താ? മാസ് ബൈ വോളിയം അല്ലേ? ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മാസ് ബൈ വോളിയം. മാസ് എത്രയാടാ? മാസ് എന്ന് പറയുന്നത് എന്താണ്? A ഇൻറ്റു MP എന്നാണ് വരിക. അത് ഞാൻ ഇവിടെ എഴുതാണ്, A ഇൻറ്റു MP. റെഡി അല്ലേ? ഡിവൈഡഡ് ബൈ വോളിയം എത്രയാടാ? വോളിയം എന്ന് പറയുന്നത് സാറിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 4/3 πr³ എന്ന് എഴുതാം. r എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? r0 a⁻⁴ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? വോളിയം ഈസ് ഈക്വൽ ടു പറയടാ 4/3 πr0³ a⁻⁴ ക്യൂബ് എത്രയാണ്? 1n. ഞാൻ അതെടുത്ത് നേരെ തന്നെ ഇവിടെ കൊടുക്കുകയാണ്, ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താടാ? ഇവിടെ എയും എന്താവും? ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് നമ്പറിനെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ന്യൂക്ലിയസിന്റെയും ഡെൻസിറ്റി എന്താണ്? സെയിം ആണ്. റെഡി അല്ലേ? അപ്പോൾ അത് ഹൈലി ഡെൻസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി ഒരു ന്യൂട്രോൺ സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡെൻസ്ഡ് ആണ് ന്യൂക്ലിയസ് വരിക. ഓക്കെ, അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വെരി 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 ഡിഫിക്കൽട്ട്.
അപ്പോൾ അറ്റോമിക് മാസ് നമ്പറിനെയും എന്ത് ഡിപ്പെൻഡ് ചെയ്യില്ല, ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആറ്റത്തിന് എല്ലാ ന്യൂക്ലിയസിനും ഒരേ ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഒരേ ഡെൻസിറ്റി, ഏകദേശം ഡെൻസിറ്റി എന്തായിരിക്കും ഇവിടെ സെയിം ആയിരിക്കും ഉണ്ടാവുക. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ വന്ന റേഡിയസ് ഡെൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. റെഡി? നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. 4 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ഇയർ. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ അറ്റോമിക് മാസ് നമ്പർ എ ആണ്. ഇനി അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ദ വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു 1/3 എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഈസ് ഡയറക്റ്റ് എ റേസ് ടു 1/3 ആണോടാ? അല്ല, ആർ ആണ്, റേഡിയസ് ആണ്. ആർ ഈസ് ഇക്വൽ R0 എ റേസ് ടു 1/3ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദ വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നോക്കിയേ, V ഈസ് ഈക്വൽ ടു എന്താടാ, 4/3 പൈ ആർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ 4/3 പൈ ആർ ക്യൂബ് എങ്ങനെയാണ് വരിക, R0 എ റേസ് ടു 1/3 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുള്ള വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു എ ആണ് എന്ന് പറഞ്ഞാൽ ബി ഓപ്ഷൻ ശരിയാണ്. ഇനി സി ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ഓഫ് മാസ് ഓഫ് ആൻ ആറ്റം ആൻഡ് ഇറ്റ്സ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് മാസ് ഡിഫക്റ്റ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും അവരുണ്ടാക്കുന്ന ടോട്ടൽ മാസ് ന്യൂക്ലിയസ് ആയതിനു ശേഷം അതിന്റെ മാസ് എന്ത് ചെയ്യാണ്, കുറക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരിൽ നിന്ന് ഇപ്പൊ ഉണ്ടാക്കിയ സ്ട്രക്ചറിൽ നിന്നിട്ട് ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക, മാസ് ഡിഫക്റ്റ്. അത് സാർ പറഞ്ഞില്ല, അത് അടുത്ത സെക്ഷനിലായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. റെഡി അല്ലേ? അപ്പോൾ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ സെക്ഷൻ കഴിഞ്ഞ പാട് പറയാം. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. ആറ്റംസും ആൻഡ് ഇറ്റ്സ് ന്യൂക്ലിയസും തമ്മിലുണ്ടാകുന്ന ഡിഫറൻസ് അല്ല. അങ്ങനെയാണ് താഴത്തൊന്ന് വായിച്ച് ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്നാണ്. കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും എന്നാണ് പറഞ്ഞത്. പ്രോട്ടോൺ ന്യൂട്രോണിന്റെയും ടോട്ടൽ മാസിൽ നിന്ന്, ടോട്ടൽ ഉണ്ടാക്കിയിട്ടുള്ള ടോട്ടൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിൽ നിന്ന് ഇനി ന്യൂക്ലിയസിന്റെ മാസ് മൈനസ് ചെയ്യുന്നതിനാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയാം. സാർ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, അടുത്ത സെഷനിൽ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ശരിയാണ്. അപ്പൊ ബിയും ഡിയും ശരിയാണ്, എയും സി എന്താണ്, തെറ്റാണ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കാം, റൈറ്റ് ചെയ്യുക, ഓപ്ഷൻ എഴുതുക, ബബിൾ ചെയ്യുക. റെഡി? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആൻ അൺനോൺ ന്യൂക്ലിയസ് ഹാസ് എ ന്യൂക്ലിയർ ഡെൻസിറ്റി തന്നിട്ട് എത്രയാടാ, 2.29 × 10⁻17 kg/m³ ആണ്. അവിടെ മാസ് തന്നിട്ട് എത്രയാണ്, 19.926 × 10⁻⁻27 kg ആണ്. നിങ്ങളോട് ചോദ്യം എന്താണ്, its mass number A is approximately എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞേ. ഒന്നുമില്ല, മാസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ വേണമെങ്കിൽ വോളിയം എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതിക്കൂടെ? അല്ലേ? മാസ് തന്നിട്ട് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വോളിയത്തിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, 4/3 പൈ ആർ ക്യൂബ് ആണ്. അതിനെ വേണമെങ്കിൽ 4/3 പൈ ആർ ക്യൂബിനെ R0 എ റേസ് ടു 1/3 എന്ന് എഴുതാം. ക്യൂബ് എടുക്കും, എങ്ങനെയായിട്ട് മാറും. ദാറ്റ്സ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. അവിടെ എ വെക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇൻറ്റു എന്തായിട്ട് മാറും, ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു 4/3 പൈ R0 ഹോൾ ക്യൂബ് എന്ന് വന്നു. റെഡി? എല്ലാ വാല്യൂം തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി ആൻസർ കിട്ടാൻ. പക്ഷേ ഒരു കുറച്ച് ന്യൂമറിക്കൽ കാൽക്കുലസ് അതിൻ്റെ അകത്തുണ്ട്. മാസ് എന്ന് പറയുന്നത് എത്രയാടാ, മാസ് ഇസ് ഈക്വൽ 19.926. അപ്പോൾ കാൽക്കുലേഷന് വേണ്ടി 20 ആക്കിയിട്ട് എടുത്താൽ മതി. 10⁻⁻27 ഡിവൈഡഡ് ബൈ, ഇനി ഡെൻസിറ്റി തന്നിട്ടുണ്ട് എത്രയാടാ, 2.29 × 10⁻17 എന്ന് തന്നിട്ടുണ്ട്. ഇനി 4/3 ഉണ്ട്, പൈൻ്റെ വാല്യൂ 3.14 ആണ്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാം, ഏകദേശം 3 ആക്കി കട്ട് ചെയ്യാം. ഇൻറ്റു R0യുടെ വാല്യൂ തന്നിട്ട് എത്രയാടാ, 1.2 × 10⁻⁻15 ഹോൾ ക്യൂബ് ആയിട്ട് മാറും.
അപ്പോൾ അവിടെയുള്ള ആ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 12 എന്ന് പറഞ്ഞ ഡിജിറ്റ് ആണ്. അപ്പോൾ 12 ഈസ് ദ റൈറ്റ് ആൻസർ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ പാർട്ട് ചെയ്ത് നോക്കണം. കുറേയൊക്കെ സാർ പറഞ്ഞാൽ അത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഏകദേശം വാല്യൂ എടുത്ത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ വാല്യൂയിലേക്ക് എത്തിച്ചാൽ മതി. റെഡി അല്ലേ? അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. റെഡി? നമുക്കിനി വേറെ ഒരു പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ നോക്കാം. സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത പാടെ ന്യൂക്ലിയസിനെ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഐസോടോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏത് പേരിലാണ് ഐസോടോൺസ് ഉള്ളതെന്നാണ് നിങ്ങൾക്ക് അറിയാം. ഒരു ആറ്റം എഴുതി കഴിഞ്ഞാൽ അതിന് മുകളിൽ അറ്റോമിക് നമ്പറും താഴത്ത് എന്താണ് അറ്റോമിക് മാസ് നമ്പറും ഇവിടെ അറ്റോമിക് നമ്പറും ആണ്. ന്യൂട്രോൺ നമ്പർ സെയിം ആയിട്ടുള്ളതാണ് ഐസോടോൺസ് എന്ന് പറയുന്നത്. ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ A-Z ആണ്. A-Z രണ്ടിനും സെയിം ആകുക. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു സിമെട്രി കാണുന്നുണ്ട്. 74, 34, 71, 31. അപ്പോൾ നമ്മൾ മൈൻഡിലേക്ക് ഓടണം. 74 മൈനസ് 34 ചെയ്താൽ 40 ആൻസർ കിട്ടും. ഇനി 71 മൈനസ് 31 ചെയ്താൽ എന്ത് കിട്ടും, 40 എന്നാണ് ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഉണ്ടാകുന്ന ന്യൂട്രോൺ നമ്പർ എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? റെഡി അല്ലേ? അതുകൊണ്ടാണ് സാർ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഐസോടോൺസും ഐസോബാർസും അതേപോലെ ഐസോടോപ്സിനെയും കുറിച്ച് പറഞ്ഞത്. മൈൻഡിൽ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചേ. A nucleus of mass number 189 split into two nuclei. രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. Having mass number 125, 64, the ratio of the radius of two daughter nuclei respectively എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആണ്. അറ്റോമിക് മാസ് നമ്പർ തന്നിട്ടുണ്ട്, റേഡിയസ് ആയിട്ട് റിലേഷൻ ആണ് ചോദിക്കുന്നത്, റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പൊ എന്താണ് വരിക, R is proportional to A raised to 1/3 അല്ലെങ്കിൽ R is equal to R0 A raised to 1/3. അവിടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും R1/R2 is equal to A1/A2 raised to 1/3 എന്ന് എഴുതാം അല്ലേ. അവിടെ A1 തന്നിട്ടുണ്ട് 125, ഇനി A2 തന്നിട്ട് 64. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 125ഉം 64ന്റെയും ക്യൂബ് റൂട്ട് എടുക്കണം. കണ്ടു കഴിഞ്ഞാൽ 5ന്റെ ക്യൂബാണ് 125, 4ന്റെ ക്യൂബാണ് 64. അപ്പൊ എന്താ വരിക, 5:4 എന്ന് വരും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോടാ? മനസ്സിലായോ? എളുപ്പല്ലേ? എളുപ്പല്ലേ? യെസ്, എളുപ്പമാണ്. വളരെ സിമ്പിൾ ആയില്ല, ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുന്ന ഇക്വേഷൻ ആണ്. തെറ്റിക്കരുതേ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇഫ് ദ ന്യൂക്ലിയസ്, അലൂമിനിയത്തിന്റെ ന്യൂക്ലിയസ് തന്നിട്ടുണ്ട് 27 അലൂമിനിയം ഹാസ് എ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് അബൌട്ട് എന്നാണ് 3.6 ഫെംറ്റോമീറ്റർ എന്നാണ് പറഞ്ഞത്. ദെൻ 125 ടെലൂറിയം വുഡ് ഹാവ് ഇറ്റ്സ് റേഡിയസ് ഈസ് അപ്രോക്സിമേറ്റ്ലി എന്നാണ് വന്നിട്ടുള്ളത്. അവിടെയാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അലൂമിനിയത്തിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് R ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് A raised to 1/3 അല്ലേ ഇടാ വരിക, A raised to 1/3. അവിടെ ഞാൻ എഴുതാണ് R1/R2 is equal to A1/A2 raised to 1/3. R1 തന്നിട്ടുണ്ട് അല്ലേ, എത്രയാടാ 3.6 ഫെംറ്റോമീറ്റർ അല്ലേ, 3.6 എന്ന് എഴുതാണ് കേട്ടോ, ഫെംറ്റോ ഒന്നും വേണ്ട. R2 കണ്ടുപിടിക്കണം. A1 എത്രയാണ്? A1 എന്ന് പറയുന്ന ഒന്നാമത്തെ അലൂമിനിയത്തിന്റെ അറ്റോമിക് മാസ് നമ്പർ ആണ്. അത് എത്രയാണ്? 27 ആണ്. അപ്പോൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് 27 തന്നത്. 27 ഇസ് എന്താണ്, ക്യൂബ് ഓഫ് 3 അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ, ടെലൂരിയത്തിന് തന്നിട്ട് എത്രയാടാ 125. അതും തന്നത് എന്തിനാണ്, ക്യൂബ് റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക, 3/5 എന്ന് വരും അല്ലേ. അപ്പോൾ R2 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം, R2 ഈസ് ഈക്വൽ ടു 3.6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 എന്ന് എഴുതാം. കാരണം എന്താ, ഡിവൈഡഡ് ബൈ ഇൻറ്റു താഴെ R2 മുകളിലേക്ക്. അപ്പൊ എന്താ 3.6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 എന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 1.2 ഇൻറ്റു 5 എന്ന് വരും. 1.2 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, ഇത് 6. അപ്പോൾ ആൻസർ എന്താടാ, 6 ഫെംറ്റോമീറ്റർ. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ അല്ലേ. കിട്ടിയോ? എന്നെക്കാളും മുന്നേ ചെയ്തിട്ടുണ്ടോ അല്ലേ? എന്താണ്, വളരെ എളുപ്പമാണ്. ഫോർമുല ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരിക്കലും ചെയ്യാതെ വരരുത്. ഓക്കെ, റെഡി.
ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ അവിടെ മാസ് എനർജി റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വലിയ പ്രഗത്ഭനായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വലിയ ഇപ്പോഴും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള തിയറീസും ഫോർമുലാസ് നമുക്ക് ലോകത്തിന് പ്രസന്റ് ചെയ്ത ആളാണ് അല്ലേ. എനർജി ക്രൈസിസ്, ആണവ നിലയ കേന്ദ്രങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ ഒരു വലിയൊരു വിപ്ലവമായിരുന്നു. യെസ്, ദ എനർജി റിലേഷൻഷിപ്പ് വെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ എനർജി ഇക്വാലന്റ് ഓഫ് 0.5 ഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ഈസ് എന്നാണ് പറഞ്ഞത്. 0.5 ഗ്രാം ഉള്ള ഒരു സബ്സ്റ്റൻസിന് ഇക്വലായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. MEV-യിലല്ല ചോദിച്ചിട്ടുള്ളത്, ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡയറക്റ്റ് ഇക്വേഷൻ ഈസിക്കൽ എന്താടാ, mc². m എത്രയാടാ 0.5 ഇൻറ്റു ഗ്രാമിനെ മാറ്റുമ്പോൾ 10⁻³ ഇൻറ്റു സി എത്രയാടാ, സി ഈസിക്കൽ എന്താ 3 × 10⁸ ഹോൾ സ്ക്വയർ. എന്നാണ് സ്പീഡ് ഓഫ് ലൈറ്റ്. ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 0.5 ഇൻറ്റു 10⁻³ ഇൻറ്റു 3 എത്രയാടാ, 3 × സ്ക്വയർ 9 ആണ്. ഇനി 18 സ്ക്വയർ എന്നാൽ 16 ആണ് വരിക. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, 9 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് 4.5 ഇൻറ്റു 10⁻13 ജൂൾ എന്ന് വരും. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. കിട്ടിയോ? വളരെ ഡയറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ 0.5 ഗ്രാം സബ്സ്റ്റൻസ് ഇത്രയും വലിയൊരു എനർജിക്ക് ഇക്വാലന്റ് ആണ്. റെഡി? യെസ്. ഇതാ വളരെ ഡയറക്റ്റ് ആയിട്ട് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 ബോണ്ട് ഇൻ DNA ഈസ് 10⁻20 ജൂൾ. ദിസ് വാല്യൂ ഇൻ EV എന്നാണ് ചോദ്യം. കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്ക് DNA എന്ന് കേൾക്കുന്ന സമയത്ത് ഇത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല, ഒരു എനർജി തന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, EV-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. EV-യിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എനർജി തന്നിട്ട് എത്രയാണ്, 10⁻20 ഡിവൈഡഡ് ബൈ EV-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 × 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, ഇവിടെ ഒരു -1 കിട്ടും. റെഡി? അപ്പോൾ 1/1.6 എന്ന് പറഞ്ഞ സാധനം 0.6 എന്ന് ഇതാണ്, 0.6 ആണ് വരിക. ഇൻറ്റു എന്താണ് 10⁻1. ഇതിന് ഡിജിറ്റ് ചെയ്യുന്ന 0.06 EV എന്ന് വരും. ഏതാണ് ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. അല്ലേടാ? പൊട്ടൻഷ്യൽ പഠിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് നമ്മൾ EV കൺവേർഷൻ ഒക്കെ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെരിമെന്റിൽ ആണെങ്കിലും ന്യൂക്ലിയർ റിസർച്ചിലെല്ലാം പോകുന്ന സമയത്ത് EV-യിൽ തന്നെയാണ്, MEV-യിലാണ് മൊത്തം എനർജി ഫോർമുലേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ. യെസ്, റെഡി. അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ച എന്തൊക്കെയാ, ന്യൂക്ലിയർ റേഡിയസിനെ കുറിച്ച് പറഞ്ഞു, ഡെൻസിറ്റിനെ കുറിച്ച് പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്കറിയാം 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണുള്ളത്. അതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ആ ന്യൂക്ലിയർ ഫോഴ്സിന്റെ റേഷ്യോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് എന്താണ്, ന്യൂക്ലിയർ ഫോഴ്സ് ആണ് 10⁻38 ആണ് വരുന്നത്. അവിടെ അടുത്തതിലേക്ക് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് 10⁻36 ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെരി വീക്ക് ആണ്, 1:2 എന്താണ് ഈ റേഷ്യോ ആണ് വരുന്നത്. ഇനി അടുത്ത ഷോർട്ട് റേഞ്ച് ആണ്. ഇതൊരു ഫെംറ്റോ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ മാത്രമുള്ളതാണ്, ഫെംറ്റോ റേഞ്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. വാരിയേഷൻ വിത്ത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്, ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. ഇനി പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ്, ഇറ്റ് ഈസ് എന്താ, റിപ്പൽസീവ്. പറഞ്ഞ ക്ലിയർ ആണോ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ 2 ന്യൂക്ലിയോണ് തമ്മിലെ ഡിസ്റ്റൻസ് നമ്മൾ സെപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലെ സെപ്പറേഷൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ R0 എന്ന് പറഞ്ഞാൽ 0.8 ഫെംറ്റോ റേഞ്ചിലേക്ക്, അത് ഓരോ ന്യൂക്ലിയസിന് ഡിഫറെൻ്റ് ആണ്. റെഡി? അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്, ആ 0.8 ഫെംറ്റോമീറ്റർ റേഞ്ചിലേക്ക് വരുമ്പോൾ മാക്സിമം എന്തുണ്ടാവും, മാക്സിമം അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ എന്താ, കൂളോംബിക് ഫോഴ്സ് ആക്ട് ചെയ്യും, അവിടെ റിപ്പൽഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ന്യൂട്രോൺ പ്രോട്ടോൺ തമ്മിൽ ഉണ്ടാവുന്നതും പ്രോട്ടോൺ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സും ന്യൂട്രോൺ എന്ന ഫോഴ്സും എല്ലാം എന്താണ്, സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഒരേ ഫോഴ്സാണ് ആക്ട് ചെയ്യപ്പെടുക. റെഡി? ഇനി അതാണ് അടുത്ത പ്രോപ്പർട്ടി, ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് ചാർജ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികം നമ്മൾ വിചാരിക്കുക പ്രോട്ടോണ് തമ്മിൽ റിപ്പൽഷൻ കൂടുതൽ, അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തായാലും അവിടെ വളരെ കുറവാണ്, അവിടെ ന്യൂക്ലിയർ ഫോഴ്സ് ആണ് കൂടുതൽ. അപ്പോൾ ചാർജ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം.
ഇനി അതേപോലെ അടുത്തുള്ള നിയറസ്റ്റ് പ്രോട്ടോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, അതിനാണ് സാച്ചുറേഷൻ എഫക്റ്റ് എന്ന് വിളിക്കുക. നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഇത് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനി അതെന്തല്ല, നോൺ സെൻട്രൽ ഫോഴ്സ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് ഇതുവരെയും എക്സ്പെരിമെന്റിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പൊട്ടൻഷ്യൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേരിലും ഒരു 2-3 പൊട്ടൻഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ മോഡൽസ് തിയറിറ്റിക്കൽ മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് തിയറിറ്റിക്കൽ സ്റ്റഡി മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് വലിയൊരു ചാൻസ് ആണ്, നാളെ നിങ്ങൾ ഇങ്ങനെ ഫിസിക്സിനോട് ഇഷ്ടം കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫീൽഡിലേക്ക് ഇറങ്ങണം, എന്നിട്ട് അത് എക്സ്പെരിമെന്റ് ഡിസ്കവർ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തണം. റെഡി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. യെസ്, ഇതാ നോക്കടാ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ് 2 ന്യൂട്രോൺസ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഈസ് ഡിനോട്ടഡ് ബൈ FBP FM എന്ന് പറഞ്ഞിട്ടുണ്ട്, FPM എന്ന് പറഞ്ഞിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി, ദെൻ എന്നാണ് ചോദ്യം. ദെൻ എന്ന് പറഞ്ഞാൽ എന്താടാ, സി എന്താ, എല്ലാ ഫോഴ്സും എന്താണ്, സെയിം ആണെന്നാ പറഞ്ഞ്. അപ്പോൾ പ്രോട്ടോണും തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സും ന്യൂട്രോണും തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സും പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ഫോഴ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ന്യൂക്ലിയർ ഫോഴ്സസ് എന്നാണ് പറഞ്ഞത്. ന്യൂക്ലിയർ ഫോഴ്സസിന് എന്താണ് ശരിയായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു, തെറ്റാണ്. അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നില്ല, അത് വേറെ തന്നെ ക്യാരക്ടറാണുള്ളത്. ഇനി എന്താണ്, ദേ ഒബ്സർവ് ദ ഇൻവേഴ്സ് തേർഡ് പവർ ഓഫ് ലോ ഓഫ് ഡിസ്റ്റൻസ്, തെറ്റാണ്. ഇനി ദർ ഇസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, അതെന്താണ്, ശരിയാണ്. ഇനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. റെഡി ആണോ? യെസ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടില്ല, എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ Z നമ്പർ ഓഫ് പ്രോട്ടോണും അതേപോലെ A-Z നമ്പർ ഓഫ് എന്താണ്, ന്യൂട്രോൺ ഉണ്ട് അല്ലേ? ഞാനൊരു ബംഗാളിനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ന്യൂക്ലിയസ് നിർമ്മിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ക്യാ ചായേ എന്ന് പറഞ്ഞാൽ Z നമ്പർ ഓഫ് പ്രോട്ടോൺ ആവശ്യമുണ്ട്. Z നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് ഞാൻ എടുക്കാൻ Z നമ്പർ ഓഫ് പ്രോട്ടോൺ. അപ്പോൾ Z നമ്പർ ഓഫ് പ്രോട്ടോൺ, അപ്പോൾ അതിന്റെ മാസ് എന്താ, Z × MP എന്ന് എഴുതി. ഇനി എത്ര ന്യൂട്രോൺ ആവശ്യമുണ്ട്? A-Z ന്യൂട്രോണിന്റെ ആവശ്യമുണ്ട്. A-Z ന്യൂട്രോണിന്റെ ആവശ്യമുണ്ട്. റെഡി? അപ്പോൾ അതിന്റെ ടോട്ടൽ മാസ് എത്ര, A-Z ഒരാളെ മാസ് Mn ആണെങ്കിൽ × Mn ചെയ്തു. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ മാസ് കിട്ടി. അപ്പോൾ ഇറ്റ് ഈസ് എ മാസ് ഓഫ് എന്താണ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ മാസ് ആണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ന്യൂക്ലിയസ് ഉണ്ടാക്കി. ആ ന്യൂക്ലിയസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ ടോട്ടൽ മാസ് എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി നമ്മൾ 10 കിലോ ഉള്ള സിമെന്റും 10 കിലോ ഉള്ള പൂയും ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 kg കിട്ടണം അല്ലേ? പക്ഷെ കിട്ടിയത് എന്താണ്, അതിനെക്കാളും മാസ് കുറവാണ്. അപ്പോൾ സം മാസസ് ആർ ലോസ്റ്റ്, അല്ലെങ്കിൽ സം മാസസ് ഈസ് ഡിഫക്റ്റ്. അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കുറവുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താ ഇതേപോലെ ഇക്വേഷൻ എഴുതാം. ടോട്ടൽ മാസിനെ ന്യൂക്ലിയസിന്റെ മാസ് കൊണ്ട് മൈനസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒരു ചെറിയൊരു കുറവുണ്ട്. അതിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മാസ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഐൻസ്റ്റീൻ്റെ റിലേഷൻ, മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ഇവിടെ എന്തായിട്ടുണ്ട്, മാസിനെ ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൈൻഡിങ് എനർജി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബൈൻഡിങ് എനർജി ആയിട്ട് അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബൈൻഡിങ് എനർജീസ് Δm ആണ് മാസ് ഡിഫക്റ്റ്. അതിനെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു, C² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ചില സമയത്ത് Δm AMUലാണ് തന്നതെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 931 MeV കൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ MeV ആൻസർ ആയി. കാരണം M ഏതിലായിരിക്കണം, അറ്റോമിക് മാസ് യൂണിറ്റിലായിരിക്കണം. റെഡി? അപ്പോൾ ഇതൊക്കെയാണ് ബൈൻഡിങ് എനർജി. ഇനി ആ ബൈൻഡിങ് എനർജി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ടോട്ടൽ എത്ര ന്യൂക്ലിയോൺസുകളാണുള്ളത്. എന്താ ന്യൂക്ലിയോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ടോട്ടൽ രണ്ടിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്നതാണ് ഇത് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈൻഡിങ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ ബൈൻഡിങ് എനർജി എത്ര ആൾ കൊണ്ടുണ്ടാക്കുന്ന, A നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ബൈൻഡിങ് എനർജി എത്രയാടാ, ഇറ്റ്സ് എ ബൈൻഡിങ് എനർജീനെ അറ്റോമിക് മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനെയാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഈ ഭാഗം ക്ലിയർ ആണോ? മാസ് ഡിഫക്റ്റ് എന്നാൽ ടോട്ടൽ ഉണ്ടാക്കിയ ആൾക്കാരിൽ നിന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാകുന്ന മാസ് എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അതിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുക. അത് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ബൈൻഡിങ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരു ന്യൂക്ലിയോണിന് കിട്ടുന്ന മാസിനെയാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുക.
റെഡി അല്ലേ? ഇ ഡെൽറ്റ ഇ ബി ബൈ എ എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി നമ്മൾ പല പ്രതിഭാസങ്ങൾ കാണുന്നുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ കാണുന്നുണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ കാണുന്നുണ്ട്. അപ്പോൾ പല പ്രതിഭാസം ന്യൂക്ലിയസ് ഭയങ്കര ഡൈവേഴ്സ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആൽഫ ബീറ്റ ഗാമ പോലെ ഡീക്കേകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് തപ്പിപ്പോവാണ്. യെസ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരെയും ഒരുപാട് ന്യൂക്ലിയസ് എടുത്തിട്ട് ആ ന്യൂക്ലിയസിന്റെ ഒക്കെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കണ്ടുപിടിച്ചു. ഒരു പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെന്റിന്റെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പീക്കാണ് വന്നത്. അപ്പോൾ 20 മുതൽ 170 വരെ ഏകദേശം 8 MeV പെർ ന്യൂക്ലിയോൺ ആണ് വന്നിട്ടുള്ളത്. 8 MeV പെർ ന്യൂക്ലിയോൺ ആണ് വന്നത്. അതിൽ ഏറ്റവും ടോപ്പ് ബൈൻഡിങ് എനർജി കാണിച്ചത് അയൺ ആണ്. റെഡി? ഇനി താഴോട്ടേക്ക് ലൈറ്റർ ന്യൂക്ലിയസ് 20ന്റെ താഴോട്ട് ലൈറ്റർ ന്യൂക്ലിയസിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ബൈൻഡിങ് എനർജി 8 MeV കുറവാണ്. ഇനി 120ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെയും ഹൈ മാസ് ആയിട്ടുള്ള ഐസോടോപ്പുകൾക്ക് അവരുടെയും ബൈൻഡിങ് എനർജി എന്താണ്? വളരെ കുറഞ്ഞ് ഡീക്ക് ചെയ്തു പോവാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്താണ് ബൈൻഡിങ് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബൈൻഡിങ് എനർജി കൂടിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വളരെ ബോണ്ടഡ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും വളരെ എനർജിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇവരെ ബ്രേക്കിന് അത്രയും എനർജി കൊടുക്കണം. ബൈൻഡിങ് എനർജി കൂടി പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂക്ലിയസിന് എന്താണ്? സ്റ്റെബിലിറ്റി കൂടി എന്നാണ് അതിനർത്ഥം. ക്ലിയർ അല്ലേ? എന്നാൽ ബൈൻഡിങ് എനർജി കുറഞ്ഞാൽ അതെന്താണ്? ആ ന്യൂക്ലിയസ് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അവിടെയാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ റീജിയനിലെ ആൾക്കാർക്ക് ബൈൻഡിങ് എനർജി കുറവാണ്, ഈ റീജിയനിലെ ആൾക്ക് ബൈൻഡിങ് എനർജി കുറവാണ്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്താണ്? ബൈൻഡിങ് എനർജി കൂടുതലാണ്. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് ആരാണ്? അയൺ ആണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് അയൺ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഇവർക്കൊരു ആഗ്രഹം ഈ ഒരു ബോഡി ഷേപ്പിലേക്ക് എത്താൻ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ കൂട്ടായിട്ട് എന്ത് ചെയ്യും? സംഘങ്ങളായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയർ ഫ്യൂഷൻ. രണ്ട് ചെറിയ ന്യൂക്ലിയസുകൾ തമ്മിൽ കൂടിച്ചേർന്ന് വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുക. അതിനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവർ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നോക്കും. റെഡി? ടു ഇൻക്രീസ് ദ ബൈൻഡിങ് എനർജി. റെഡി? ഇനി ഇവിടെ ഇങ്ങനെ നല്ല വെയിറ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാരാണ്. അവരെന്ത് ചെയ്യും? വെയിറ്റ് ഒന്ന് കുറക്കാൻ വേണ്ടി നോക്കുക. അതിനാണ് ഫിഷൻ എന്ന് പറയുക. അവർ സ്പ്ലിറ്റ് ചെയ്ത് പോവുക. ന്യൂക്ലിയർ ഫിഷനിലൂടെ ഈ ഹൈ മാസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഈ റീജിയനിലേക്ക് തിരിച്ചു പോകുന്നു. റെഡി അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞേ. ഞാൻ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും എക്സാമിൽ ചോദിച്ചതാണ്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. റെഡി? സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ബബിൾ ചെയ്യണം കേട്ടോ. റെഡി? യെസ്. ഞാനൊരു ന്യൂക്ലിയർ റിയാക്ഷൻ എടുക്കുകയാണ്. ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു A+B എന്തായിട്ട് മാറുകയാണ്? X+Y ആയിട്ട് മാറുകയാണ്. അവിടെ നോക്കുമ്പോൾ മാസ് ഓഫ് റിയാക്റ്റൻസ് എന്തായിട്ട് മാറണം? മാസ് ഓഫ് പ്രൊഡക്റ്റ് ആയിട്ട് മാറണം അല്ലേ? കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാസ് ഓഫ് റിയാക്റ്റൻസ് മാസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് മൈനസ് ചെയ്യും. അവിടെ ഒരു മാസ് കുറവുണ്ട്. അപ്പോൾ ആ മാസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. ആ എനർജി എവിടെയാണ് പോയത്? ആ എനർജി അവിടെ ആ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എനർജിയാണ്. അതിനെയാണ് ക്യൂ വാല്യൂ എന്ന് പറയുക. ക്യൂ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷൻ നടക്കാൻ നിങ്ങൾ പുറത്തുനിന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സ്പോണ്ടേനിയസ്, പെട്ടെന്ന് നടക്കും. അവർ താനെ നടക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐസോട്ടോപ്പ് എടുത്തു, ഇതിന്റെ ആ ന്യൂക്ലിയർ റേഡിയാക്ടിവിറ്റി സംഭവിക്കുന്ന വെച്ചാൽ അവിടെ ക്യൂ വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ സംഭവിക്കും. റെഡി? അപ്പൊ ക്യൂ വാല്യൂന്റെ ഇക്വേഷൻ ആണത്. അപ്പൊ ക്യൂ വാല്യൂ കാണാൻ മാസ് ഓഫ് പ്രൊഡക്റ്റും മാസ് ഓഫ് റിയാക്റ്റൻസും തന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക? ക്യൂ വാല്യൂ കാണാൻ അതിനെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് AMUലാണ് തരുന്നതെങ്കിൽ, അറ്റോമിക് മാസ് യൂണിറ്റിലാണ് തരുന്നതെങ്കിൽ അതിനെ 931 MeV കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. റെഡി? ഇനി അതിന്റെ സബ്മിഷൻ ഫോമിൽ എഴുതിയിട്ടുണ്ട്. മാസ് ഓഫ് റിയാക്റ്റും മാസ് ഓഫ് പ്രൊഡക്റ്റും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടോട്ടൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇനി ബൈൻഡിങ് എനർജി ആണ് തന്നതെങ്കിൽ, ബൈൻഡിങ് എനർജി ഓഫ് എന്താണ്? റിയാക്റ്റൻസും പ്രൊഡക്റ്റ് ആണ് തന്നതെങ്കിൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്ത് ചെയ്യുക? ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ക്യൂ വാല്യൂ കൺസെപ്റ്റ് എന്താണ്? ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്ന് പറയുന്ന വാല്യൂ ആണ്, അല്ലെങ്കിൽ എന്താണ്? ടേം ആണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയർ
ഒരു റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കുമ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്യൂ വാല്യൂ ആണ്. ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള സംഭവം ഇതാണ്. ഇപ്പം നടക്കുന്ന റിസർച്ചിൽ പോലും ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ഉപയോഗിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്യൂ വാല്യൂ ആണ്. പക്ഷെ അതിൽ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടി ഡാറ്റകൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. യെസ്, ഒരു റിയാക്ഷൻ നടക്കോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ വാല്യൂ വെച്ച് പറയാൻ വേണ്ടി പറ്റും. യെസ്, ഇതാടാ ഒരു ക്വസ്റ്റ്യൻ വായിച്ച്. Mn and Mp represent the mass of neutron and proton respectively. An element having mass M and N neutron and Z protons, then the character relation will be എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ന്യൂക്ലിയസ് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ന്യൂക്ലിയസിന്റെ മാസ് കോൺസ്റ്റുവന്റ് ആയിട്ടുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിനേക്കാൾ കുറവാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പിന്നെ മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒന്ന് പറഞ്ഞേ, ഇത് നോക്കടാ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാസ് ഓഫ് ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺ, ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ. അത് ന്യൂക്ലിയസിന്റെ കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം മാസിനേക്കാൾ എന്താണ്, കൂടുതലാണ്. അപ്പോൾ കൂടുതലിന്റെ ഡിഫക്റ്റിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാകുന്ന കോൺസ്റ്റന്റ് മാസ് ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ എ ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോയ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ നോക്കടാ. ദ മാസ് ഓഫ് പ്രോട്ടോൺ തന്നിട്ടുണ്ട്, മാസ് ഓഫ് ന്യൂട്രോൺ തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാണ് ബൈൻഡിങ് എനർജി ഓഫ് ഹീലിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഹീലിയത്തിന്റെ ടോട്ടൽ മാസും തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളോട് പറയാം ബൈൻഡിങ് എനർജി കാണാൻ എന്താ ചെയ്യുക, ബൈൻഡിങ് എനർജി കാണാൻ ഡെൽറ്റ എം കാണണം. അതിനെ ബൈൻഡിങ് എനർജി കാണാൻ EB is equal to ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ അല്ലെങ്കിൽ ഡെൽറ്റ എം ഇൻറ്റു 931 MeV എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഡെൽറ്റ എം എന്ന് പറയുന്നത് എന്താണ്, Z ഇൻറ്റു MP പ്ലസ് A മൈനസ് Z ഇൻറ്റു MN മൈനസ് M ആണ് വരിക, ഇൻറ്റു എന്താടാ 931 MeV എന്ന് വരും. ഓക്കെ, അപ്പം Z ഇൻറ്റു MP എന്ന് പറയുന്നത് Z എത്രയാടാ, Z ഈസ് 2. മാസ് ഓഫ് തന്നിട്ടുണ്ട് എത്രയാടാ, 1.0073 എന്ന് തന്നിട്ടുണ്ട്. A മൈനസ് Z എത്രയാടാ, A മൈനസ് Z 4 മൈനസ് 2 എന്ത് തന്നെയാണ്, 2 ന്യൂട്രോൺ ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ എത്രയാടാ 1.0087 മൈനസ് മാസ് ഓഫ് ഹീലിയം തന്നിട്ട് എത്രയാണ് 4.0015 എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു എത്രയാടാ 931 MeV. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് മൈനസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 20.4 MeV ആണ് വരിക. അത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് മൈനസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടുന്ന 20.4 MeV ആണ് കിട്ടുക. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ്. കുറച്ചൊരു കാൽക്കുലേഷൻ പാർട്ടോട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അത് എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് മാർക്ക് കിട്ടും അല്ലേ? യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചേ. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വന്നിട്ടുള്ളത്? A certain mass of hydrogen atom is changed to helium by the process of fusion. The mass defect in fusion reaction is എന്നാണ് പോയിന്റ് വാല്യൂ തന്നിട്ടുണ്ട് 0.02866 എന്നാണ് പറഞ്ഞത്. The energy liberated per U എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ഹീലിയത്തിന്റെ അവിടെ ഉണ്ടാകുന്ന മാസ് ഡിഫക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എന്താക്കി മാറ്റാണ്, 0.2866നെ ഇൻറ്റു ഏത് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 931 MeVയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അത് എത്ര പേരുണ്ടടാ, ഹീലിയം ആണെങ്കിൽ അവിടെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടടാ, 4 ന്യൂക്ലിയോൺസ് ഉണ്ട് അല്ലേ, 4 ന്യൂക്ലിയോൺസ് ഉണ്ട്. അപ്പോൾ പെർ യു ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ഡിവൈഡ് ബൈ 4 ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 6.67 ആണ് വരിക. 6.67 ഇൻറ്റു 7 MeV ആണ് വരിക. ചെയ്ത് നോക്കിട്ടാ, ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ ബൈൻഡിങ് എനർജീസ് തന്നിട്ടുണ്ട്. ഇവരൊക്കെ ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. ABC ആണെന്ന് പറഞ്ഞത് ഹൈഡ്രജന്റെ വ്യത്യസ്തമായ ഐസോട്ടോപ്പുകൾക്കും അതേപോലെ ഹീലിയത്തിൻ്റെയും റിയാക്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് ദ എനർജി റിലീസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ എന്നാണ് ചോദ്യം. എന്താണ് എനർജി റിലീസ് ചെയ്യുക, എനർജി അബ്സോർബ് ചെയ്യുക, അത് സൂചിപ്പിക്കുന്നത് എന്തിനെയാടാ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ക്യൂ വാല്യൂ.
ക്യൂ വാല്യൂ ബൈൻഡിങ് എനർജി തന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് ഇപ്പം പറഞ്ഞു വെച്ചില്ലടാ, ഒന്ന് പറഞ്ഞേ. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്താടാ? ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് എന്താ? പ്രൊഡക്റ്റ് ആരാടാ? ഹീലിയം. ഹീലിയത്തിന്റെ ബൈൻഡിങ് എനർജി എത്രയാടാ? സി. ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസ് എന്താ? ടോട്ടൽ ബൈൻഡിങ് എനർജി എന്താടാ? പറയൂ. 2 ഐസോടോപ്പുകളുണ്ട്, അതിന് എ പ്ലസ് ബി എന്ന് എഴുതി കൂടെ? അപ്പോൾ നെഗറ്റീവ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മൈനസ് എ മൈനസ് ബി. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. കിട്ടിയോ? ചെയ്തോ? യെസ്. എന്ത് ചെയ്യുക? സി ഇസ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നോക്ക്. എ ന്യൂക്ലിയസ് വിത്ത് മാസ് 240 breaks into a 2 fragment, each of mass 120. The binding energy per nucleon of unfragmented nuclei is 7.6 MeV എന്നാണ് പറഞ്ഞത്. While that of fragments is 8.5 MeV, the total gain in the ബൈൻഡിങ് എനർജി ഇൻ ദ പ്രോസസ് എന്നാണ് പറഞ്ഞത്. ഇതാ നോക്കിയേ, അതായത് 240 എന്ത് ചെയ്തു? 240 ന്യൂക്ലിയസ് ആയിട്ടുള്ള 240 അറ്റോമിക് നമ്പർ മാസ് നമ്പർ ആയിട്ടുള്ള അത് എന്ത് ചെയ്യണം? 2 ഫ്രാഗ്മെന്റ് ആയിട്ട് മാറാണ്. Y എന്ന് പറഞ്ഞ ഫ്രാഗ്മെന്റ് ആയിട്ട് മാറാണ്. അവിടെ 120 ആയിട്ടുള്ള അറ്റോമിക് മാസ് നമ്പർ ആവണമെങ്കിൽ അവിടെ 2 Y എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മാസ് കൺസർവേഷൻ ഓഫ് മാസ് എന്ത് ചെയ്യുള്ളൂ? ബാലൻസ് ആവുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ 120 ആണെങ്കിൽ ഇവിടെ 120 പേര് വരണ്ടേ? അപ്പോൾ 2 എന്ത് വരണം? Y വരണം. അവിടെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് ദ ടോട്ടൽ ഗെയിൻ ഇൻ ദ ബൈൻഡിങ് എനർജി ഇൻ ദ പ്രോസസ് എന്നാണ് ചോദ്യം. നമ്മൾ നോക്കുകയാണ് ഇവിടെ ബൈൻഡിങ് എനർജി ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്താ? പ്രൊഡക്റ്റ് എത്രയാടാ? പറയും. 2 ഇൻറ്റു എത്രയാടാ? വൈയുടെ ബൈൻഡിങ് എനർജി തന്നിട്ട് എത്രയാണ്? 8.5 ആണ്. ഏത്? പെർ ന്യൂക്ലിയോൺ വന്നിട്ടുള്ളത് അല്ലേ? പെർ ന്യൂക്ലിയോൺ വന്നത്. അപ്പോൾ 8.5 ആണ്. ഒരു ന്യൂക്ലിയോണിന്റെ ബൈൻഡിങ് എനർജി 8.5 ആണ്. അവിടെ എത്ര ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട്? 120 ഉണ്ട്. അതുകൊണ്ട് ഞാനിത് 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ന് പറഞ്ഞാൽ പെർ ന്യൂക്ലിയോൺ തന്നു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഒരു ന്യൂക്ലിയോണിന്റെ അല്ലേ? അപ്പോൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് എത്ര എണ്ണം ഉണ്ടടാ? 2 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. റെഡി അല്ലേ? ഇനി ഇൻറ്റു, ഇനി മൈനസ് ചെയ്യണ്ടടാ? മൈനസ് ചെയ്യണമെങ്കിൽ ഏതായിട്ട് മൈനസ് ചെയ്യേണ്ടത്? ബൈൻഡിങ് എനർജി ഓഫ് എന്താവണം? റിയാക്റ്റൻസ് മൈനസ് ചെയ്യണ്ടേ? അതല്ലടാ ഗെയിൻ എന്ന് പറയുന്നത്. ഈ ഗെയിൻ എന്ന് പറയുന്നത് ഇതാ നോക്കും. 240 ആണ് അറ്റോമിക് മാസ് നമ്പർ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാടാ? അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 7.6 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? 7.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുക എന്ന് പറയുന്നത് ഏകദേശം 2040 ആണ് ഇവിടെ കിട്ടുക. മൈനസ് എത്രയാണ് കിട്ടുക? 1824 എന്ന് കിട്ടും. യെസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 216 MeV ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് റൈറ്റ്. റെഡി? അത്രയും ഗെയിൻ എന്തുണ്ട്? ബൈൻഡിങ് എനർജിയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആ ഒരു മാസിൽ കുറവുള്ളത് കൊണ്ടാണ്. അവിടെ ബൈൻഡിങ് എനർജി ആയിട്ട് കൂടാണ്, പ്രൊഡക്റ്റ് ബൈൻഡിങ് എനർജി ആയിട്ട് കൂടാണ്. യെസ്, റെഡി അല്ലേ? നമ്മൾ NCERT ജസ്റ്റ് ഒരു മെൻഷനിങ് ഉണ്ട്. ആ മെൻഷനിങ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ജസ്റ്റ് ഒരു പാർട്ട് കൂടി ക്ലിയർ ആകാണ്. ന്യൂക്ലിയർ ഡീകേ കുറച്ചുകൂടി വൈഡ് ആയിട്ട് പറയണം. ഇതെല്ലാം ജസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ളത് മാത്രമാണ്. ഇനിയും ഇതിന്റെ ഒരു ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും ഗാമയൊക്കെ ക്ലസ്റ്റർ ഡീക്കയും ഇനി ഞാൻ തന്നെ റിസർച്ച് ചെയ്ത 1 പ്രോട്ടോൺ 2 പ്രോട്ടോൺ റേഡിയോ അങ്ങനെ വൈഡ് ഡിസ്കവറിയിലേക്ക് പോയ സംഭവമാണ്. അതിന്റെ ചെറിയൊരു ഫോർമാറ്റാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ന്യൂക്ലിയർ റേഡിയോ ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ന്യൂക്ലിയസിന് സ്റ്റേബിൾ ആവണം. ന്യൂക്ലിയസ് സ്റ്റേബിൾ ആവണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ന്യൂക്ലിയർ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യാണ്. ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസിനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അറ്റോമിക് മാസ് നമ്പറിൽ 4 നമ്പർ കുറവുണ്ടാവും. ഇനി അതേപോലെ തന്നെ അറ്റോമിക് നമ്പറിൽ നിന്ന് 2 നമ്പർ കുറവുണ്ട്. കാരണം എന്താ? ഇവിടെ 4ഉം 2ഉം ഇങ്ങോട്ട് ലോസ് ചെയ്യില്ലേ? പ്ലസ് ഒരു ക്യൂ വാല്യൂ ഉണ്ട്. ഇവിടെ യുറാനിയത്തിന്റെ സ്പ്ലിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. യുറാനിയത്തിന്റെ എന്ത് ചെയ്യാണ്? ഡീകേ സംഭവിക്കുമ്പോൾ 4 നമ്പർ കുറഞ്ഞു. ഇനി അതേപോലെ 92 എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. എന്തുകൊണ്ടാ? 2 കുറഞ്ഞു. റെഡി? അവിടെ ഒരു എന്താണ്? ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാവുക. ഇനി മറ്റൊരു ഡീകേ എന്ന് പറയുന്നത് എന്താ? ബീറ്റ ഡീകേ ആണ്.
ബീറ്റ ഡി കെ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാ? ബീറ്റ പ്ലസ് ഡി കെ ഉണ്ട്, ബീറ്റ മൈനസ് ഡി കെ ഉണ്ട്. ബീറ്റ പ്ലസ് ഡി കെ എന്ന് പറയുന്നത് എന്താടാ? ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂട്രോൺ എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രിനോ ആയിട്ട് മാറാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ അകത്ത് ഒരു പ്രോട്ടോൺ എണ്ണം കൂടുകയാണ്. പ്രോട്ടോൺ എണ്ണം കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇതാ ഒരു ഇവിടെ എന്താണ് ഒരു ബീറ്റ മൈനസ് ഡി കെ സംഭവിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു പ്രോട്ടോൺ എണ്ണം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കൂടുമ്പോൾ ടോട്ടൽ പ്രോട്ടോണിന്റെ എണ്ണാണ് എന്ത് പറയുന്നത്? നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ത് +1 ആയിട്ട് കൂടും. ആ +1 കൂടി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറയാണ് Z എന്തായിട്ട് മാറി? Z+1 ആയി. ഇനി ഇവിടെ നോക്ക്, കാർബൺ എന്ത് ചെയ്യാണ്? ബീറ്റ മൈനസ് ഡി സംഭവിക്കും. അറ്റോമിക് മാസ് നമ്പറിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ 7 എന്തായിട്ട് മാറി? 6 എന്തായിട്ട് മാറി? 7 ആയിട്ട് മാറി. ബാക്കി ബൈ പ്രൊഡക്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഒരു ആന്റി ന്യൂട്രിനോ ഉണ്ടാവും. ഇനി ബീറ്റ പ്ലസ് ഡി കെ ആണെങ്കിലോ? ബീറ്റ പ്ലസ് ഡി കെ ആണെങ്കിൽ പ്രോട്ടോൺ എന്ത് ചെയ്യാൻ? ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പ്രോട്ടോൺ എന്ത് സ്പ്ലിറ്റ് ആയിട്ട് മാറാണ്? ന്യൂട്രോൺ പ്ലസ് പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതാ നോക്കിക്കോ, ഇവിടെയുള്ള പ്രോട്ടോണിന്റെ എണ്ണം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കുറയാണ്. പ്രോട്ടോണിന്റെ എണ്ണം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കുറയുകയാണെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യാണ്? കുറയാണ്. അറ്റോമിക് നമ്പർ കുറയുക എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കുറയുന്നു. അവിടെ എന്താണ്? ഒരു പോസിട്രോൺ ന്യൂട്രോൺ ഉണ്ടായി. ഇവിടെ സോഡിയം എന്തായി? നിയോൺ ആയിട്ട് മാറി. റെഡി? ക്ലിയർ അല്ലേ? പേര് തന്നെ ഉണ്ട്. ഒന്ന് ചിന്തിച്ചു, ബീറ്റ മൈനസ് ഡി കെ എന്ന് പറഞ്ഞാൽ Z+1. ബീറ്റ പ്ലസ് ആണ് മൈനസ് ആണ്. ഓപ്പോസിറ്റ് ചിന്തിക്കണേ. മൈനസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ കൂട്ടുക, ഇനി പ്ലസ് ആണെങ്കിൽ ഒരു അറ്റോമിക് നമ്പർ കുറക്കുക. പക്ഷെങ്കിൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മുകളിൽ അറ്റോമിക് മാസ് നമ്പർ വ്യത്യാസം വരുത്താൻ ആർക്കേ പറ്റുള്ളൂ? ആൽഫ ഡി കെ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും കളിക്കുന്ന എവിടെയാണ്? അറ്റോമിക് നമ്പറിലാണ് കളി വരുന്നത്. ഓക്കെ, അത് ചിന്തിച്ചാൽ മതി. അത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാർ ഡിസ്കസ് ചെയ്യാണ്. ഗാമ ഡി കെ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? ലോവർ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ അവരുടെ എന്ത് ചെയ്യും? ഒരു എനർജി, ഫോട്ടോണിക് എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് എമിറ്റ് ചെയ്യും. റെഡി? അതിൽ എന്തെങ്കിലും അറ്റോമിക് നമ്പറിൽ വ്യത്യാസം വരില്ല, അതേപോലെ എന്തെങ്കിലും വ്യത്യാസം വരില്ല, മാസ് നമ്പറിൽ വ്യത്യാസം വരില്ല. മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇതാ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കിയേ, ഒരു ആറ്റം, ഒരു ന്യൂക്ലിയസ് ആൽഫ ഡി കെ സംഭവിക്കുകയാണ്. ആൽഫ ഡി കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിട്ടാ മാറാടാ? 2, അതായത് അവരുടെ അറ്റോമിക് മാസ് നമ്പർ 4 കുറയും അല്ലേ? അപ്പൊ 286 ആയിട്ട് മാറും. 286 ആയിട്ട് മാറി. ഇനി അവിടെ എന്തായിട്ട് മാറിയടാ? അവിടെ 4 അറ്റോമിക് മാസ് നമ്പർ കുറഞ്ഞു. അവിടെ അതേപോലെ തന്നെ 82 എന്തായിട്ട് മാറിയിട്ടുണ്ട്? അവിടെ 80 ആയിട്ട് മാറിയിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് 286 ആണ് ഇതിന്റെ ബബിൾ ചെയ്യേണ്ടത്. അപ്പൊ 2 ഓപ്ഷൻ ആയി, 50-50 ആയി. റെഡി? അപ്പോൾ Y ആയിട്ട് മാറി. ഇനി പിന്നെ നടക്കുന്ന എന്താടാ? ഒരു E+ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പറ്റുന്ന പോസിട്രോൺ പുറത്തേക്ക് വരികയാണ്. പോസിട്രോൺ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്? ബീറ്റ പ്ലസ് നടന്നിട്ടുണ്ട്. ബീറ്റ പ്ലസ് ആണെങ്കിൽ അവിടെ എന്താ വരികടാ? 286 എന്തായിട്ട് മാറി? Z എന്തായിട്ട് മാറും? ബീറ്റ പ്ലസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും? ഒന്ന് കുറഞ്ഞിട്ട് അപ്പൊ എന്താ? 79 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്? ബീറ്റ മൈനസ് ഡി കെ നടക്കുകയാണ് അല്ലേ? ബീറ്റ മൈനസ് ഡി കെ നടക്കുകയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ബീറ്റ മൈനസ് ഡി കെ നടക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സാർ മൈനസ് ആണെങ്കിൽ പ്ലസ് കൂട്ടുക. അപ്പൊ എന്താ വരിക? അടുത്തേക്ക് പോകുന്ന സമയത്ത് 286 P ആയിട്ട് മാറുകയാണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 79 എന്തായിട്ട് പിന്നെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 80 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി അടുത്തെന്താ? ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ന്യൂട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇലക്ട്രോണും അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രോട്ടോണും ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഒരു ആന്റി ന്യൂട്രിനോ ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, അവിടെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുന്ന ബീറ്റ മൈനസ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ 286 ഉള്ളത് ഇലക്ട്രോൺ ക്യാപ്ചറിങ് നടക്കുകയാണ്. അപ്പൊ എന്താ? 286 ഉള്ളത് അവിടെ എന്തായിട്ട് മാറുകയാണ്? 81 അല്ലെങ്കിൽ 81 ആയിട്ട് മാറാണ്. മൈനസ്, അതായത് ഒരു ന്യൂട്രോൺ എന്ത് ചെയ്യാണ്? ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ ആയിട്ട് മാറാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രോട്ടോൺ നമ്പർ കൂടി 81 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? 286, 81 is the right answer. കിട്ടിയോ? യെസ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താണ്. നമ്മളെ സിലബസിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് ചോദിച്ച് എഴുതണം. കാരണം NCERT ബുക്കിൻ്റെ അകത്തുണ്ട്. റെഡി? ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ നോക്കിയേ, ന്യൂക്ലിയർ fission of a nucleus is possible because of the binding energy per nucleon in them. എന്താണ്? ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഫിഷൻ നടക്കുമ്പോൾ ബൈൻഡിങ് എനർജി കൂടുകയാണ്. എവിടെയാണ് നടക്കുന്നത്? ലോ മാസ് നമ്പറിലാണോ ഫിഷൻ നടക്കുന്നത്? അല്ലല്ലോ. നമ്മൾ അവിടെ ഹൈ മാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യാണ്? മാസ് കുറച്ചിട്ട് എന്താക്കാൻ വേണ്ടിയാണ്? സ്റ്റേബിൾ ആവാൻ വേണ്ടി അവർ ആഗ്രഹിക്കാൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻക്രീസസ് വിത്ത് മാസ് നമ്പർ അറ്റ് ഹൈ മാസ് നമ്പർ എന്നാണ് വരിക. ഓപ്ഷൻ സി ആണ് വരിക.
റെഡിയില്ലേ? ഹൈ മാസ് നമ്പേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയർ ഫിഷൻസ് നടക്കുന്നത്. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചേ. അപ്പോൾ സർ പറയുന്നത് ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചിട്ടും പഠിക്കണം, അതേപോലെ എന്ത് ചെയ്യണം, ഫ്യൂഷനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇവിടെ നോക്കിയേ, ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 24 ചോദിച്ചാൽ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ കൂളന്റ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ബിക്കോസ് ഓഫ് ഇറ്റ്സ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്, എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണോ? അല്ല. എന്താണ്, അവരുടെ വാട്ടറിന് എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അതാണ് റൈറ്റ് ആൻസർ. ഡെൻസിറ്റി ഒന്നും അല്ല. റെഡി? അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളോട് എന്ത് ചെയ്യുക, വായിക്കുക. ക്ലിയർ അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ റേഡിയസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്രാവശ്യം വരുമെന്നാണ്. അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി പോവാണ് ബൈൻഡിങ് എനർജിയിൽ വരാം, ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ചാപ്റ്ററിന്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആറ്റംസ് എന്ന് പറഞ്ഞ ന്യൂക്ലിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈം ഒരിക്കലും വേസ്റ്റ് ആവില്ല. കാരണം ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇരുന്ന് എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷനിലായിട്ട് റിയാക്ടേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.